ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് തേങ്ങ കൊത്തിട്ടൊരു കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയൊരു സാധനമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളത് 1/2 കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കി അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് പുരട്ടി ഒന്ന് മാറ്റി വെക്കാം. അതൊന്ന് മസാല പിടിക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോഴേക്ക് നമുക്ക് ഈ മാറ്റി മസാല പുരട്ടി വെച്ചേക്കുന്ന കൂന്തലില്ലേ, കൂന്തലെന്നും കണവയെന്നും ഒക്കെ പറയാം, എല്ലാം പറയും എല്ലാവരും. അതങ്ങോട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1/2 കിലോ കൂന്തലാന്ന് ആ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്കത് വറുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത് ചൂട് തട്ടുമ്പോൾ ഇതങ്ങ് ചുരുങ്ങി വരും. ഉണ്ടോ? ഇതൊരു പാത്രം വെച്ചിട്ട് വേണം വറുക്കാൻ, അടച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇത് ടപ്പേന്ന് പൊട്ടി ശബ്ദം ഉണ്ടാക്കി അവിടെയൊക്കെ തെറിക്കും. കണ്ടോ? അപ്പോൾ ആ വെള്ളം എല്ലാ കൂന്തലിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ കൂന്തലിലും ചെമ്മീനിലും ഒക്കെ വേകുമ്പോൾ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ, അത് ഇറങ്ങി വരും. കണ്ടോ? അത് ഒന്ന് തിരിച്ചിട്ടിട്ട് നമ്മൾ വീണ്ടും ഒന്ന് സിമ്മിൽ വെച്ചൊന്ന് മൊരിയിച്ചു. കണ്ടോ? കരിയും മുരയൊന്നും മൊരിയണ്ട, നമുക്കതൊന്ന് വറുത്ത് വെന്ത് കിട്ടിയാൽ മതി. അത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കണ്ടോ? അപ്പോൾ നമ്മൾ അതൊരു പാത്രത്തിലേക്ക് എല്ലാം കോരിയെടുത്ത്, എന്നിട്ട് നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ആ ചട്ടിയിൽ തന്നെ ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ആ തേങ്ങാക്കൊത്ത് അതിലേക്കിട്ട് വറുത്ത് കോരാം. നമുക്ക് ഈ ഒരു ചീനച്ചട്ടി തന്നെ മതി, അധികം പാത്രങ്ങളും ഒന്നും ചീത്തയാവില്ല, നമുക്ക് വേഗം എടുക്കുകയും ചെയ്യാം. കണ്ടോ? ആ തേങ്ങാക്കൊത്ത് മൂത്തപ്പോൾ അതിലേക്ക് ഒരു 3-4 പച്ചമുളക് അരിഞ്ഞത് അത് വിട്ടൊന്ന് വറുത്ത് പോരാം. അപ്പോൾ ഈ പച്ചമുളകും തേങ്ങാക്കൊത്തും ഈ കൂന്തലിൻ്റെ കൂടെ ഒന്ന് കടിക്കുമ്പോഴില്ലേ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ ആ ചട്ടിയിലേക്ക് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കണം. കണ്ടോ? നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അത് മൂത്തപ്പോൾ ഇത്തിരി കരിവേപ്പില ഇട്ട് ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. അപ്പോഴേക്കും നമ്മളതിലേക്ക് ഒരു സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ഞാൻ ഒരു സവാളയെ ഇട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരുപാടങ്ങ് ഗ്രേവി വേണ്ട കൂന്തലിന്. ആ ഒരു സവാള ഇട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കൊരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ മസാലയിൽ ഉപ്പിട്ടത് കൊണ്ട് പിന്നെ അധികം ഉപ്പ് വേണ്ട. പിന്നെ നമ്മളതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിയും ഗരം മസാലയും എല്ലാം കൂടെ ഒന്നിച്ച് പൊടിച്ച പൊടിയായിരുന്നു, അതും ഇത്തിരി ഇട്ട്. കണ്ടോ? അതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇത്തിരി ഗ്രേവി വേണ്ടേ, അപ്പോൾ നമുക്കൊരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ വെള്ളവും ആ മൂത്ത മസാലയും കൂടെ ഒന്ന് വെന്ത് ഒന്ന് ഗ്രേവി ആയപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, ഈ വറുത്ത കൂന്തലെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ? അതിൽ കിടന്നിങ്ങനെ മുരിഞ്ഞ് മൂത്ത് വരും ഇതെല്ലാം, മസാലയല്ല. ഇത് കണ്ടോ? ഓരോ കോയിൻ്റെ വലിപ്പത്തിലുള്ള ഓരോ കൂന്തൽ കഷ്ണങ്ങളല്ലേ, വട്ടത്തിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ മസാലകളെല്ലാം കയറി പിടിച്ച് മൊരിഞ്ഞ് നല്ല മണത്തോടുകൂടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും തട്ടിയിട്ട് കൊടുക്കാം. കണ്ടോ? അതെല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി ഇളക്കി റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മുടെ നല്ല സ്വാദിഷ്ടമായ കൂന്തൽ റോസ്റ്റ് റെഡിയാവും. നമുക്കപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിതിൻ്റെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ, ഇനി നമ്മുടെ വീട്ടിൽ വല്ല പുട്ടോ വെള്ളയപ്പോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ കഴിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. കണ്ടോ? അപ്പം നല്ല സ്വാദിഷ്ടമായ കൂന്തൽ റോസ്റ്റ് റെഡി.